ജീവിതം എന്ന് പറയുന്നതേ ഒരു യാത്രയാണല്ലേ. എങ്ങോട്ടാണ് എന്താണെന്ന് അറിയാത്തൊരു യാത്ര. പിന്നെ നമ്മളെല്ലാം എന്തിനോ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് നമ്മുടെ ജീവിതത്തിന്. എന്താ, നമ്മൾ ഭക്ഷണം കഴിക്കണം, അതിനു വേണ്ടിയുള്ള പണം ഉണ്ടാക്കണം, മുന്നോട്ട് ജീവിക്കണം അല്ലേ, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ പല പല ടാസ്കുകളാണല്ലോ നമ്മുടെ ജീവിതത്തിൽ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, പണ്ടൊക്കെയുള്ള ആളുകൾക്ക് എന്ത് സുഖമായിരുന്നു. അതായത് ഈ കാട്ടിലൊക്കെ ജീവിച്ചിരുന്ന സമയത്തേ, മനുഷ്യൻ കാട്ടിലൊക്കെ ജീവിച്ചിരുന്ന ആദിമ മനുഷ്യരില്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ വേട്ടയാടി ഇങ്ങനെ ഗുഹയിലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ജീവിച്ചാൽ മതിയായിരുന്നു. വേറെ ചിന്തകളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ അതൊക്കെ എന്ത് സുഖമായിരുന്നു എന്ന് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അവിടെ ഒരു വ്യത്യാസങ്ങളില്ല, വേറുകൃത്യങ്ങളില്ല, വിവേചനങ്ങളില്ല, തമ്മിത്തല്ലില്ല, വഴക്കുകളൊന്നുമില്ല. വഴക്കുകളൊക്കെ കാണുമായിരിക്കും, പക്ഷേ ഇന്നത്തെ ലോകത്തിൻ്റെ അറിവുള്ള ആൾക്കാർ ചെയ്യുന്നതിൻ്റെ അത്രയും അന്നത്തെ ആളുകൾ ചെയ്യുമായിരുന്നോ? അന്ന് പിന്നെ ആൾക്കാർക്ക് അത്ര നമ്മളെപ്പോലെ ഇന്നത്തെ മനുഷ്യനെ പോലെയുള്ള ഇൻ്റലിജൻസ് ഒന്നും അന്നത്തെ മനുഷ്യന്മാർക്കില്ലല്ലോ. അപ്പോൾ അത്രയ്ക്കും ഇന്നത്തെ മനുഷ്യനെ അപേക്ഷിച്ച് അന്നത്തെ മനുഷ്യന് ബുദ്ധി കുറവാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമേറെ നമ്മൾ വിദ്യാഭ്യാസവും ഒക്കെ നേടിയിട്ടുള്ള തിരിച്ചറിവുള്ള മനുഷ്യൻ ഇന്നത്തെ ലോകത്ത് ഈ 21-ാം നൂറ്റാണ്ടിൽ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് മനുഷ്യന്മാർ ചെയ്യുന്നതിന് നമുക്ക് എന്താ പറയണ്ടേ, അത്രയും കാണില്ല എന്ന് ഞാൻ കരുതുകയാണ്. കാരണം എന്തൊക്കെയാണ് നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ. ശരിക്കും പത്രം വായിക്കാൻ തോന്നാറില്ല, ന്യൂസ് ചാനലുകൾ വെക്കാൻ തോന്നാറില്ല. എല്ലാം ഉള്ള നെഗറ്റീവ് കാര്യങ്ങളാണ് ചുറ്റിനും കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾ വേറെ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ടെൻഷൻ, സ്ട്രെസ്സ്, വീട്ടിലുള്ള കാര്യങ്ങൾ, അവരുടെ മൂഡ് സ്വിങ്സ്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഇതെല്ലാം നമ്മൾ മറ്റുള്ളവരുടെ കാര്യം പരിഗണിക്കുന്ന ഒരു സ്ത്രീയാണ്, പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൂഡിനെ ബാധിക്കുന്ന കാര്യമാണ്. പുരുഷനായാലും കേട്ടോ, ആണായാലും പെണ്ണായാലും വേറെ ജെൻഡർ വിഭാഗങ്ങളായാലും നമ്മളൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതുപോലെ നമ്മുടെ ലോകത്ത് നടക്കുന്ന പല പല കാര്യങ്ങളും ഒക്കെ നമ്മളെ ശരിക്കും ബാധിക്കുന്നുണ്ട്. നമ്മളെല്ലാം ഒറ്റപ്പെട്ട് അങ്ങനെ ജീവിക്കാനൊന്നും നമുക്ക് ശരിക്കും പറ്റില്ല ഒരു മനുഷ്യന്. ഇന്നത്തെ